കഴിഞ്ഞ സെഷനിൽ നമ്മൾ എങ്ങനെ ഒരു വിഡ്ജറ്റ് നമ്മുടേതായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അതിന് നമ്മൾ കണ്ടെയ്നറാണ് യൂസ് ചെയ്തത്. ഇവിടെ ഈ ഒരു സെഷനിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത റെഡ് ബോളും റെഡ് ബോക്സും എങ്ങനെ പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, നമുക്ക് ഫസ്റ്റ് റോയിൽ നമുക്ക് കാണാൻ സാധിക്കും 3 റെഡ് ബോക്സുകൾ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് റോയിൽ റെഡ് ബോളുകളാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ ഈ ഒരു അലൈൻമെൻറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാമെന്ന് നോക്കാം. സോ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾക്ക് ആൻഡ്രോയിഡ് എമുലേറ്റർ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയ്ക്കുള്ളിൽ തന്നെ നമുക്ക് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൻഡ്രോയിഡ് വേർഷൻ അപ്ഡേറ്റ് ചെയ്യുക. അതായത് 4.1.1 അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ സെറ്റിങ്സിൽ വരിക. അതായത് മാക്കിലാണെങ്കിൽ പ്രിഫറൻസിൽ വരിക. അതിനുശേഷം നിങ്ങൾ ടൂൾസ് എമുലേറ്റർ എന്നൊരു സെക്ഷനിൽ വരിക. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ എമുലേറ്ററിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഞ്ച് ഇൻ എ ടൂൾ വിൻഡോ എന്നുള്ള ഓപ്ഷനിലുള്ള ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റൺ ചെയ്യുമ്പോൾ നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോയുടെ ഉള്ളിൽ തന്നെ ഇത് നമ്മുടെ എമുലേറ്റർ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ റെഡ് ബോൾ നമ്മളിവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മൾ പ്രീവിയസ് ലെസണിൽ പറഞ്ഞു എങ്ങനെയാണ് ഈ റെഡ് ബോൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഇവിടെ ഈ റെഡ് ബോൾ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഈ റെഡ് ബോൾ റിമൂവ് ചെയ്യുകയാണ്. എന്നിട്ട് ഒരു ടെക്സ്റ്റ് ഞാനിവിടെ കൊണ്ടുവരികയാണ്, ഡെമോ. എന്നിട്ട് ഹോട്ട് റീലോഡ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്കിവിടെ ഡെമോ എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ എങ്ങനെ നമുക്ക് റെഡ് ബോളും റെഡ് ബോക്സും നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരാൻ പറ്റും, അതായത് നമ്മൾ നേരത്തെ കാണിച്ച അലൈൻമെൻറ്റിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് നമുക്ക് ആ ഒരു കോളം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതൊരു എൻറ്റയർ കോളം ആക്കുക. ഓക്കെ, ഇതൊരു കോളം ആക്കുന്നു. ഈ കോളത്തിൽ ഓരോ റോ ഞാൻ കൊണ്ടുവരുന്നു. ഇങ്ങനെ ഓരോ റോയാണ് ഞാൻ കൊണ്ടുവരിക. ദെൻ ഓരോ റോയിലും എൻ്റെ റെഡ് ബോക്സ് അല്ലെങ്കിൽ റെഡ് ബോൾ ഞാൻ പ്ലേസ് ചെയ്യുന്നു. ഇതുപോലെ താഴെ നമുക്ക് ഇഷ്ടമുള്ള വിഡ്ജറ്റ് അവിടെ കോൾ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് ഇങ്ങനെ വരയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു എൻറ്റയർലി ഒരു കോളമായിരിക്കും. ആ കോളത്തിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ റോയ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ടെക്സ്റ്റ് വിഡ്ജറ്റ് റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അവിടെ ഒരു കോളം കൊണ്ടുവരുന്നു അല്ലേ. നമ്മൾ നേരത്തെ ഡ്രോ ചെയ്ത പോലെ ഒരു കോളം കൊണ്ടുവരുന്നു. ഈ കോളത്തിനുള്ളിൽ ഞാൻ ചിൽഡ്രൻ കൊണ്ടുവരുന്നു. ചിൽഡ്രൻ പ്രോപ്പർട്ടി നൽകുന്നു. ഇതിനുള്ളിലായിരിക്കും എൻ്റെ റോ ഞാൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ കോളമാണ്, ആ കോളത്തിനുള്ളിൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ റോ കൊണ്ടുവരുന്നു. ഇനി ഓരോ റോയിലുമായിരിക്കും എൻ്റെ റെഡ് ബോക്സ് അല്ലെങ്കിൽ റെഡ് ബോൾ പ്ലേസ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു, റോ കൊണ്ടുവരുന്നു. ഈ റോയുടെ ചിൽഡ്രനായിട്ട് എന്തായിരിക്കും വരിക, നമ്മുടെ റെഡ് ബോക്സ് അല്ലെ റെഡ് ബോൾ ആയിരിക്കും വരിക. ഓക്കെ, നമുക്കിവിടെ ഒരു റെഡ് ബോൾ, നമുക്കിവിടെ ഒരു റെഡ് ബോക്സ് പ്ലേസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഹോട്ട് റീലോഡ് ചെയ്യാം. ഓക്കെ, നമ്മുടെ റെഡ് ബോക്സ് വന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എനിക്ക് റെഡ് ബോളും ഇവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. റെഡ് ബോൾ, വീണ്ടും ഞാനൊരു റെഡ് ബോക്സ് കൊണ്ടുവരും. ഓക്കെ, നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിൽ റെഡ് ബോക്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ പ്ലേസ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാൻ എക്സാമ്പിളിന് വേണ്ടി നൽകുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഹോട്ട് റീലോഡ് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ ഒരു പ്രശ്നം വന്നിരിക്കുകയാണ്. എന്താണ് പ്രശ്നം? അതായത് നമ്മുടെ റെഡ് ബോക്സും റെഡ് ബോളും കൂടെ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുകയാണ് അല്ലേ. ഒരു സ്പേസിങ് ഇല്ല അവിടെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളിവിടെ സ്പേസിങ് കൊണ്ടുവരികയാണ്. അതിന് റോയിൽ ഒരു പ്രോപ്പർട്ടി നമുക്ക് നൽകണം. അതായത് മെയിൻ ആക്സസ് അലൈൻമെൻറ്റ്. എന്നിട്ട് എൻ്റെ മെയിൻ ആക്സസ് അലൈൻമെൻറ്റ് ഡോട്ട് സ്പേസ് ബിറ്റ്വീൻ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നു. ഞാൻ ഹോട്ട് റീലോഡ് പ്രസ് ചെയ്യുന്നു. അപ്പോഴേക്കും നമുക്ക് ആവശ്യമായ സ്പേസ് അലോക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മെയിൻ ആക്സസ് അലൈൻമെൻറ്റും അതുപോലെ തന്നെ അലൈൻമെൻറ്റിനെ പറ്റിയുള്ള പ്രോപ്പർട്ടീസുകളെ പറ്റി പിന്നീട് അടുത്ത ലെസണിൽ
വരും ലെസണുകളിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്തിരിക്കുക. ആ വിഡ്ജറ്റുകൾ തമ്മിൽ സ്പേസ് അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്യാമെന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഫസ്റ്റ് കോളം, അതായത് ഞാൻ കോളം ക്രിയേറ്റ് ചെയ്തു. ആ കോളത്തിൻ്റെ ഫസ്റ്റ് റോ ഞാൻ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഇനി എന്താണ്, എനിക്ക് സെക്കൻഡ് റോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതായത് ഇതിന് ശേഷം ഈ റോയ്ക്ക് ശേഷം മറ്റൊരു റോ ഞാൻ കൊണ്ടുവരും. ഓക്കെ, റോ മെയിൻ ആക്സസ് അലൈൻമെൻറ്റ്, മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് സ്പേസ് ബിറ്റ്വീൻ. അതിനുശേഷം എൻ്റെ ചിൽഡ്രൻ നൽകുന്നു. അവിടെ ഞാൻ റെഡ് ബോൾ ആണ് നൽകുന്നത്. റെഡ് ബോൾ റെഡ് ബോക്സ് റെഡ് ബോക്സ്. ഓക്കെ, നമുക്ക് ഹോട്ട് റീലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് വീണ്ടും ഒരു ഇഷ്യൂ വന്നിരിക്കുകയാണ്. എന്താണ്, അതായത് എൻ്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടെ ഓവർലാപ്പ് ചെയ്യുകയാണ് അല്ലേ, ഓവർലാപ്പ് ചെയ്ത് വരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്കിത് എങ്ങനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും? എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ വന്നിട്ട് നമ്മൾ നേരത്തെ പഠിച്ച സ്പേസർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഫ്ലെക്സ് വാല്യൂ ദെൻ 1. ഓക്കെ, ഇതിൻ്റെ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇത് പ്ലോട്ട് ചെയ്യുന്ന രീതി, അതായത് ഈക്വലി ആണ് ഇത് പ്ലോട്ട് ചെയ്യാറ് പതിവ്. ഈക്വലി ആണ് അത് നമ്മുടെ സ്ക്രീനിൽ പെയിൻറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് സ്പേസർ ഇവിടെ പോസിബിൾ അല്ല. അപ്പോൾ നമുക്ക് പുതിയൊരു വിഡ്ജറ്റ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആ വിഡ്ജറ്റിൻ്റെ പേരാണ് സൈസ്ഡ് ബോക്സ്. സൈസ്ഡ് ബോക്സ്. ഈ സൈസ്ഡ് ബോക്സിന് മെയിനായിട്ട് 2 പ്രോപ്പർട്ടീസാണുള്ളത്. ഒന്ന് ഹൈറ്റ്, 2 വിഡ്ത്ത്. ഇവിടെ നമ്മൾ റോ ആയതുകൊണ്ട് ഹൈറ്റ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്, കാരണം നമുക്ക് റോ ആണ്. അപ്പോൾ റോ തമ്മിലുള്ള അകലമാണ് എനിക്ക് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു റോ മുകളിലും മറ്റൊരു റോ താഴെയുമായിരിക്കും. അതിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും എനിക്ക് എൻ്റെ സൈസ് പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ അത് എന്തായിരിക്കും, ഹൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനത് ഹൈറ്റ് പ്രോപ്പർട്ടി നൽകുന്നു. ഞാനവിടെ ഒരു 20 സൈസുള്ള ഒരു ഹൈറ്റ് നൽകാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഹോട്ട് റീലോഡ് ചെയ്യുന്നു. ഓക്കെ, പെർഫെക്റ്റ്. ഇനി അടുത്ത എന്താണ്, എനിക്ക് ഒരു റോയും കൂടെ വേണം അല്ലേ. എൻ്റെ ഡിസൈൻ വഴി എൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരു റോയും കൂടെ എൻ്റെ ആഡ് ചെയ്യണം. അതിനെന്ത് ചെയ്യണം, ഞാൻ ഇവിടെ ഈ റോയ്ക്ക് ശേഷം മറ്റൊരു റോയും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാൻ ഇവിടെ നിന്ന് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ദെൻ പേസ്റ്റ്. ഞാനിവിടെ ഇതിനെ റെഡ് ബോൾ ആക്കുകയാണ്. ഓക്കെ, നമുക്കിനി ഇത് ഹോട്ട് റീലോഡ് ചെയ്യാം. നേരത്തെ ഇഷ്യൂ നമുക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ സൈസ്ഡ് ബോക്സ് അവിടെ ആഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഹോട്ട് റീലോഡ് ചെയ്യാം. പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ട് സെഷനിലായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്, നമ്മൾ നമ്മുടേതായ കണ്ടെയ്നർ ഉപയോഗിച്ച് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ വിഡ്ജറ്റിനെ പെർഫെക്റ്റായിട്ട് നമ്മുടെ സ്ക്രീനിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ ഇതുപോലെ നിങ്ങൾക്ക് ലേഔട്ട് കാണാനായിട്ട് സാധിക്കും. അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രിഡ് ലേഔട്ട് ആയിരിക്കും. നമുക്ക് ഫ്ലട്ടറിലും ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നമ്മൾ വരും വീഡിയോകളിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുക.